അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പേരോട് ഉസ്താദ് ഒരു പരസ്യം ചെയ്തു. ഹാദി ബിരുദം ലഭിക്കുന്ന ഒരു സമ്മേളനം കുറ്റ്യാടിയിൽ വെച്ച് നടത്തുന്ന സമ്മേളനത്തിൻ്റെ ഒരു പരസ്യം. ഇത് പേരോട് ഉസ്താദ് ചെയ്യുകയും ആ സമ്മേളനം വിപുലമായിട്ട് നടന്നു. എല്ലാവരും സമ്മേളനത്തിന് പേരോട് ഉസ്താദ് ക്ഷണിച്ചു. ഈ ക്ഷണിച്ചപ്പോൾ നമ്മളെ വട്ടൂരി നൗഷാദും ആ ക്ഷണം സ്വീകരിച്ചു. പക്ഷേ നൗഷാദ് അന്നല്ല ചെന്നത്. നൗഷാദ് പിന്നൊരു ദിവസം ചെന്നിക്കുകയാണ്. ഏതായാലും ആദ്യക്ക് പേരോട് ഉസ്താദ് ആ ക്ഷണിക്കണതൊന്ന് കേട്ടോക്കി. ഈ ക്ഷണം നൗഷാദ് അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആ ദിവസമല്ല പോയത് എന്നുള്ളൂ. എന്നാലും പേരോട് ഉസ്താദ് ഒന്ന് ക്ഷണിക്കട്ടെ എന്ന് കേട്ടോക്കി. സമസ്ത കേരള ജമിയത്തുൽഉലമയുടെ കീഴിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നടക്കുന്ന 300ഓളം സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ജാമിയത്തുൽ ഹിന്ദ് എന്ന യൂണിവേഴ്സിറ്റി സംവിധാനം മുഖേന ഹാദി ബിരുദം ലഭിക്കുന്ന 1000-ലധികം പണ്ഡിതന്മാർക്ക് നവംബർ 9 ബിരുദം നൽകുകയാണ്. 7-8 തീയതികളിൽ ഇസ്ലാമിക് അക്കാഡമിക് ഫെസ്റ്റായ ജാമിയ മഹ്റജാനും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ അക്കാഡമിക് കോൺഫറൻസും യൂണിവേഴ്സിറ്റി പ്രതിനിധി സമ്മേളനവും നടക്കുന്നു. സയ്യിദന്മാരും അതുപോലെ റയീസുൽ-ഉലമയും സുൽത്താനുൽ-ഉലമയും എല്ലാം പങ്കെടുക്കുന്ന മഹത്തായ പരിപാടിയിലേക്ക് എല്ലാവരെയും വിനയപൂർവ്വം ക്ഷണിക്കുന്നു. പേരോട് ഉസ്താദിൻ്റെ ഈ വാക്കിലുള്ള അദബുകൾ ശ്രദ്ധിച്ചോ? ആദ്യം സയ്യിദന്മാരെ പറഞ്ഞു, പിന്നെ സുലൈമാൻ ഉസ്താദിനെ പറഞ്ഞു, റയീസുൽ-ഉലമനെ പറഞ്ഞു, പിന്നെ സുൽത്താനുൽ-ഉലമനെ പറഞ്ഞു. മറ്റു പണ്ഡിതന്മാരും സാദാത്യങ്ങളുമൊക്കെ പങ്കെടുക്കുന്നുണ്ട്, എല്ലാവരെയും ക്ഷണിക്കുന്നു എന്നും പറഞ്ഞു അല്ലേ? ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഒരുപാട് പണ്ഡിതന്മാർ അവിടെ എത്തി. 1000-ഓളം വരുന്ന പണ്ഡിതന്മാർക്കാണ് ഈ ഹാദി ബിരുദം കൊടുക്കുന്നത്. അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ അവിടെ എത്തി. ഈ ക്ഷണം നൗഷാദ് സ്വീകരിച്ച് ഈ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഓനെന്ത് ചെയ്തു? അവിടെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിലൊന്ന് നോക്കിയിട്ട് അവിടേക്കൊന്ന് ഓടിച്ചെന്നതാണ്. അവിടെയും ചെന്നിട്ട് ഓനെന്ത് പറയാനുള്ളത്? അവിടെയും പറയാനുള്ളത് എന്താണ്? പേരോട് ഉസ്താദിനെ കുറേ ചീത്ത അറിയാം. ഇബ്നു തൈമിയയുടെ കഥ പോയിട്ട് പറയാം. എന്നാൽ ഈ ഇബ്നു തൈമിയയെ ഈ നൗഷാദ് നല്ലോണം പുകഴ്ത്തിയിട്ടുണ്ട്, പമ്പൈസും നല്ലോണം പുകഴ്ത്തിയിട്ടുണ്ട്. അതെപ്പോ? അത് പുകഴ്ത്താനുള്ള കാരണം എന്താണ്? ഈ നൗഷാദിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ മറ്റു സ്ഥലങ്ങളിലോടൊക്കെ ഓടിപ്പാഞ്ഞിങ്ങനെ നടന്നു. പട്ടിക്കാട് ചെന്നു, കൂരിയാട് നദുവിൻ്റെ അടുത്ത് ചെന്നു, പാണക്കാട് ചെന്നു, ഒന്നും ക്ലച്ച് പിടിക്കുന്നില്ല. ആദ്യം ഇബ്നു തൈമിയെ ഒന്ന് പുകഴ്ത്തിയാണ്ട് നല്ലോണം പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ട്? മറ്റോലെ മുജാഹിദിൻ്റെ സപ്പോർട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോൾ ഇബ്നു തൈമിയെ ഒന്ന് പുകഴ്ത്തുമ്പോൾ ഓരിൽ നിന്ന് എന്ത് ചെയ്യും? ഒരു ചെറിയ സപ്പോർട്ട് ഉണ്ടാവും. പക്ഷേ നമ്മളാരും ഇതിനെപ്പറ്റി ഒന്നും മുണ്ടിയില്ല. പറഞ്ഞപ്പോൾ പറയുന്നുള്ള കാര്യം ഉറപ്പല്ലേ? എന്നിട്ട് അതിലും ക്ലച്ച് പിടിക്കുന്നില്ല എന്നുണ്ടപ്പോൾ ഈ പണ്ഡിതന്മാരുടെ അടുത്ത് കൂടെയൊക്കെ സഹോദര സംഘടനയിലുള്ള ആൾക്കാരുടെ അടുത്ത് കൂടെയൊക്കെ ഓടിച്ചെന്നു. അതിലൊന്നും ക്ലച്ച് പിടിക്കുന്നില്ല. പിന്നെ കൊണ്ടോട്ടിയിൽ വെച്ചിട്ട് പേരോട് ഉസ്താദ് ഒരു അഭിമുഖം നടത്തിയപ്പോൾ അവിടുന്ന് പേരോട് ഉസ്താദ് പറഞ്ഞു, ഈ പമ്പൈസും അതുപോലെ തന്നെ നൗഷാദും പറഞ്ഞ അതേ വിഷയം തന്നെയാണ് പേരോട് ഉസ്താദ് പറഞ്ഞത്. അത്രയുള്ള വിഷയത്തിൽ ഇബ്നു തൈമിയയെ സംബന്ധിച്ച് പറഞ്ഞത്. എന്നിട്ട് നൗഷാദ് ഒന്ന് പറയുന്നത് നോക്കി, പറഞ്ഞൊന്ന് കേട്ടു നോക്കി. നമുക്ക് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, എന്നാലും ഇടയ്ക്കിടയ്ക്കൊന്ന് കേൾക്കണത് നല്ലതാണ്. പക്ഷെ ഇബ്നു തൈമിയയെ സംബന്ധിച്ച് പറഞ്ഞ എല്ലാവരും അദ്ദേഹം ഒരു വലിയ പാണ്ഡിത്യത്തിൻ്റെ ഉടമയാണ് എന്ന് സമ്മതിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ഗണ്ണിച്ചത്. ഇബ്നു തൈമിയ അക്കാലത്തെ പണ്ഡിതരിൽ ഏറ്റവും അറിവുള്ള പണ്ഡിതരായിരുന്നു, സംശയമില്ല. അദ്ദേഹത്തിൻ്റെ രചനകൾ അതിന് സാക്ഷിയാണ്. ഒരുപാട് കഴിവുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇൽമുകളെ പുകഴ്ത്താതെ ആരും കഴിഞ്ഞു പോയിട്ടില്ല.
അതേ സമയത്ത് നോക്കൂ, ലോകത്ത് അറിയപ്പെട്ട വലിയൊരു പണ്ഡിതനായിരുന്നു ഇബ്നു തൈമിയ്യ. ഇബ്നു തൈമിയ്യന്റെ ഇൽമൊക്കെ പാട് എടുത്തു വെച്ചാൽ കേരളത്തിലുള്ള മുഴുവൻ ആലിമ് കൂടിയാലും പതിയാകൂല. കാരണം ആ ജാതി പരന്നു കിടക്കുന്ന എല്ലാ ഫന്നിലും ആണ്ട് പൂണ്ട് പിടിച്ച ഇൽമ അയാൾക്കുണ്ട്. ഇബ്നു തൈമിയ്യക്ക് പാണ്ഡിത്യല്ലെന്ന് ആരും പറയില്ല. അയാൾ രചിച്ച കിതാബുകൾ എത്ര ആഴമുള്ളതാണ്, അയാൾ പറഞ്ഞ അറിവുകൾ എത്രത്തോളം മനോഹരണ്ട്. ഇത് കേട്ടില്ല നിങ്ങൾ? ഇതന്നെയാണ് ഇപ്പൊ ഇബ്നു തൈമിയ്യയെ ഏറ്റവും ഭയങ്കര പുകയത്തിയത് ആരാ? ഈ നൗഷാദും പമ്പൈസും അല്ലേ? നിങ്ങൾ ചിന്തിച്ചോക്കാണ്. ഏറ്റവും വലിയ പുകയത്തിയത് ഇവരാണ്. എന്നിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പേരോട് ഉസ്താദ് ആദി സനദ്ദാന സമ്മേളനം നടക്കുമ്പോൾ അവിടേക്ക് ക്ഷണിച്ചപ്പോൾ അവിടെ നടത്തിയ സമ്മേളനത്തിൻ്റെ കുറ്റം നോക്കിക്കൊണ്ട് പിന്നെ ഒരു ദിവസം അവിടെ ചെന്നിട്ട് ഇവൻ എന്ത് ചെയ്തു? കുറേ വിരകിപ്പോന്നു. എന്തുണ്ടായത് എന്നുള്ളത് നമ്മളാ കുഞ്ഞേമ്പ് പറയും. കമഴ്ന്ന് കിടന്ന് കാട്ടിച്ച അവിടേക്ക് വരെ ആലോചിച്ചോ? ഈ കാലം വരെ കേൾക്കാത്തൊരു ഉദാഹരണമാണ് കുഞ്ഞേമ്പ് പറഞ്ഞ്. കമിഴ്ന്ന് കിടന്ന് കാഷ്ടിച്ചാൽ അത് എവിടുക്കാ വരാന്ന് ആലോചിച്ചോ? ഉഷാദേ, കമിഴ്ന്ന് കിടന്ന് കാഷ്ടിച്ചാൽ ഒരാളും പറയാത്തൊരു ഉദാഹരണമാണ്. വല്ലാത്തൊരു ഉദാഹരണമായിപ്പോയി. ഏതായാലും ഈ ഉദാഹരണത്തിനെ പരിഹസിച്ചുകൊണ്ട് നമ്മളെ സക്കരിയ സലായി പറയുന്നുണ്ട്. സക്കരിയ സലായി ഒന്ന് വന്ന് കൂക്കിക്ക. സക്കരിയ സലാഹിൻ്റെ ഈ കൂക്കൽ ഇവിടേക്കാണ് യോജിക്കുക. അല്ല എന്താ ചെയ്യുക? കാരണം അങ്ങനെയാണല്ലേ, മലന്ന് കിടന്ന് കാഷ്ടിച്ചാൽ ഇവിടുക്ക എത്തുക നോക്കിക്കോ. ഒരു ഉദാഹരണം പറഞ്ഞ കുഞ്ഞേമ്പ്. ഏതായാലും ആവട്ടെ, ഇപ്പോൾ ഇവരുടെ ഓടിപ്പാച്ചിലിൽ കൂടിയൊക്കെ എന്തായിപ്പോൾ നൗഷാദിൻ്റെ സംസാരം ഒരു കുഫിരിയത്തിൻ്റെ സംസാരമായി മാറി. അള്ളാഹുവിനെ ചോദ്യം ചെയ്യണേ. അള്ളാഹു ഒരാൾക്കൊരു കഴിവ് കൊടുത്താൽ ആ കഴിവിന് പിന്നെ അള്ളാഹ് ഇടപെടാൻ പറ്റൂല. വല്ലാത്തൊരു സംഭവം തന്നെയല്ലത്. അള്ളാഹു തആല ഒരാൾക്കൊരു കഴിവ് കൊടുത്താൽ പിന്നെ ആ കഴിവിൽ ഇടപെടാൻ പാടില്ല. അഥവാ ഒരു മൊബൈൽ ഫോൺ ഒരാൾക്ക് കൊടുത്താൽ ആ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കലും ഓണാക്കലും പിന്നെ കൊടുത്ത ആൾ തന്നെ എന്ന് പറഞ്ഞാൽ കൊടുക്കലാവില്ലല്ലോ. അപ്പോൾ അതാ പിന്നെ കിട്ടിയ ആളല്ലേ പിന്നെ കൈകാര്യം ചെയ്യേണ്ടത്. ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ടാണോ പറയണത്? അപ്പം കൊടുത്തു കഴിഞ്ഞാൽ ഔലിയാക്കന്മാർക്ക് അല്ലാഹു തആല ഒരു കഴിവ് കൊടുത്താൽ പിന്നെ ആ കഴിവിൽ അല്ലാഹു തആലക്ക് ഇടപെടാൻ പറ്റൂല എന്ന്. എവിടത്തെ കൂട്ടരെ ഈ വാദം? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയതാണ് ഉഷാദ് പറയുന്നത്. എല്ലാ അധികാരങ്ങളും അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ കൈമാറും. കൈമാറിയാ പിന്നെ നിയന്ത്രണം പോലെ ഉണ്ടാവും. അപ്പൊ ഞാൻ ഈ മൊബൈൽ ഫോൺ ഒരാൾക്ക് കൊടുത്താൽ പിന്നെയും അത് സ്വിച്ച് ഓഫ് ആക്കലും ഓണാക്കലും ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാൽ പിന്നെ കൊടുക്കലാവും. അത് കൊടുത്തു കഴിഞ്ഞതാണ് എന്നതുപോലെ ആലമിന്റെ ഒക്കെ നിയന്ത്രണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആളുകൾക്ക് നൽകുന്നു. എത്ര അപകടകരമായ വാദമാണ് ഈ നൗഷാദി വാദിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് അവൻ ഉദ്ദേശിച്ച ആളുകൾക്ക് അവൻ എന്ത് ചെയ്യും? എല്ലാ അധികാരവും നൽകും. ആ അധികാരം നൽകിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ അള്ളാഹ്ക്ക് ഇടപെടാൻ പറ്റൂല. പിന്നെ അതിൽ അള്ളാഹ്ക്ക് ഇടപെടാൻ പാടില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. ചിന്തിച്ചു നോക്കി. അതിന് ഉദാഹരണം പറഞ്ഞ എന്തോന്? ഓൻ്റെ കയ്യിലൊരു ഫോണുണ്ട്. ആ ഫോൺ ഇങ്ങനെ പൊന്തിച്ച് പിടിച്ചിട്ട് പറയാം, ഈ ഫോൺ ഞാൻ ഒരാൾക്ക് കൊടുത്താൽ പിന്നെ അത് ഓഫാക്കലും ഓണാക്കലും ഒക്കെ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാൽ കൊടുക്കലാവൂല. അപ്പോൾ പിന്നെ അയാൾ തന്നെ കൈകാര്യം ചെയ്യണം. കൊടുത്ത ആൾക്ക് പിന്നെ അതിൽ ദഖലില്ല, കൊടുത്ത ആൾക്ക് പിന്നെ അതിൽ പ്രവേശനമില്ല. പിന്നെ അയാൾ തന്നെ കൈകാര്യം ചെയ്യേണ്ടത്. ഒരു ഉദാഹരണം പറഞ്ഞ രൂപമാണിത്. അപ്പോൾ
അല്ലാഹു തആല കൊടുക്കുന്നതും അതുപോലെ തന്നെ ഇവൻ മൊബൈൽ കൊടുത്തുകാണ്ട് മറ്റാൾ ഓഫാക്കുന്നതും ഓണാക്കുന്നതും ഉദാഹരിച്ചത് വളരെ ഗൗരവമേറിയ കേസാണ്. ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന കാര്യമാണ്. അള്ളാഹുവിനെയാണ് ചോദ്യം ചെയ്യുന്നത് നൗഷാദ്. അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ അടുത്ത് പഴച്ചിട്ടുണ്ട് എന്ന് വാദിച്ച ഒരാളെ ഇവിടെ കഴിഞ്ഞു പോയിട്ടുള്ളൂ. അതാരാണ്? നമ്മളെ ചേകനൂര് നിസ്കാരം 3 വഖത്താക്കി ചുരുക്കി അല്ലേ? അത് അള്ളാഹുവിനെ ചോദ്യം ചെയ്തു. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ചോദ്യം ചെയ്തു. ഇങ്ങനെ ഒരാളെ കഴിഞ്ഞു പോയിട്ടുള്ളൂ. രണ്ടാമതൊരാൾ വരുന്നത് ഈ നൗഷാദാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പ്രത്യേകിച്ച് മനസ്സിലാക്കണം, അല്ലാഹു തആല ഒരാൾക്കൊരു കഴിവ് കൊടുത്താൽ ആ കഴിവ് പിൻവലിക്കാൻ പറ്റൂലെന്നോ?